ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കോവിഡൊക്കെ മാറി തിരക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ സ്കൂളുകളും വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിൻ്റെ വർക്കുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ തുടങ്ങി. അപ്പോൾ എല്ലാവരും പഴയ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും കൂടെ കൊണ്ടുപോകണം. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ പെടുന്നതാണ് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻസും. ഓക്കെ, നമ്മുടെ ഔദ്യോഗികമായ കാര്യങ്ങളുടെ കൂടെ തന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഈ എക്സാമിൻ്റെ കാര്യവും മറന്നു പോകരുത്. കാരണം നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ സൈഡായിട്ട് നമ്മുടെ എക്സാമിൻ്റെ പ്രിപ്പറേഷനും കൂടെ വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകണം. ഓക്കെ, ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഈ കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ പഠിപ്പിക്കുന്ന കുറേ കുട്ടികളൊക്കെ ഈ സമയത്ത് സ്കൂളുകളിലും ബി എഡിനും ഒക്കെ പോകുന്നവരുണ്ട്, സ്കൂളുകളിൽ പഠിപ്പിക്കുന്നവരുണ്ട്, പാർട്ട് ടൈമായിട്ട് പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഫുൾ ടൈമായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട്, സെറ്റിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഇക്കാര്യങ്ങളും കൂടി, ഈ എക്സാമിൻ്റെ പ്രിപ്പറേഷനും കൂടി അതിൻ്റെ കൂടെ കൊണ്ടുപോകണം, എങ്കിലേ കാര്യമുള്ളൂ. അല്ല എക്സാമിന് വേണ്ടി നമ്മുടെ എക്സാം വരുന്നതിന് മുമ്പ് ഒരാഴ്ചയ്ക്ക് ലീവ് എടുത്ത് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിച്ച് എക്സാം നേടി കളയാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം വളരെ വാസ്റ്റായിട്ടുള്ളൊരു സിലബസാണ് സെറ്റിനെ സംബന്ധിച്ച്. കാരണം നമുക്കറിയാം, നെറ്റ് പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ തൊട്ട് താഴെ വരുന്നതാണ് ഈ സെറ്റ്. ഏറെക്കുറെ നെറ്റിൻ്റെ അതേ സിലബസ് തന്നെയാണ് സെറ്റിനും തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രയാസത്തിൻ്റെ ലെവലിൽ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും സെറ്റ് പരീക്ഷ വളരെ കോമ്പറ്റീറ്റീവാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ സെറ്റിൻ്റെ റിസൾട്ട് വന്നതേ ഉള്ളൂ. സെറ്റ് കിട്ടിയവരുണ്ട്, നിങ്ങളുടെ പരിചയത്തിൽ സെറ്റ് കിട്ടിയവർ കാണും. പിന്നെ സെറ്റ് കിട്ടാത്ത ചെറിയ മാർക്കിലൊക്കെ മിസ്സായവരുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടുന്നതേ ഉള്ളൂ. കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ഒരു തവണ എഴുതിയാൽ ഇത് പാസ്സാവും അല്ലെങ്കിൽ ഇത് കിട്ടും എന്ന് ആർക്കും യാതൊരു ഉറപ്പുമില്ല. നമ്മളങ്ങനെ ആർക്കും ഉറപ്പ് കൊടുത്തിട്ട് പോവുകയും ചെയ്യരുത്. ഇത്തവണ എനിക്ക് പാസ്സായേ പറ്റൂ, അല്ലെങ്കിൽ ഇത്തവണ ഞാൻ ഒരു തവണ എഴുതി അതുകൊണ്ട് ഞാൻ പാസ്സാകുമെന്ന് പറയരുത്. കാരണം പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അതുകൊണ്ടാണ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതാണ് ദീപ്തി പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതൊരു മനസ്സ് മടുക്കാതെ എക്സാം എഴുതുക എന്നുള്ളതാണ് ഇതിനകത്തെ വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് നിങ്ങൾ മനസ്സ് മടുക്കുന്നു അന്ന് നിങ്ങൾ തോറ്റു എന്നർത്ഥം. പിന്നെ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത്തരത്തിലുള്ള ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമുകൾക്ക് പോരാത്തൊരു വാസ്റ്റ് സിലബസും കൂടെയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ വളരെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം, എങ്കിലേ നടക്കുകയുള്ളൂ. ഇതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നവരോ അല്ലാത്തവരോ ആരും ആയിക്കൊള്ളട്ടെ, ദിവസം നിങ്ങളൊരു 6 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. ദിവസം 6 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യണം. നമ്മൾ തരുന്ന ക്ലാസ്സുകൾ കൃത്യമായി അത് ഫോളോ ചെയ്യണം. ക്ലാസ്സുകൾ ഇപ്പം ഞാനിവിടെ എടുക്കുന്ന ക്ലാസ്സുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, വളരെ ബാലിശമായിട്ടുള്ള ക്വസ്റ്റ്യൻ തുടങ്ങി വളരെ നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻ വരെയുണ്ട്. ഇങ്ങനെ ഒരു റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കിടക്കുന്നത്. തീർത്തും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ വരെയുണ്ട് ഇതിനകത്ത്. വാട്ട് ഈസ് ദ വേവ് ഫംഗ്ഷൻ ഓഫ് എ ഹൈഡ്രജൻ ആറ്റം എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അത് ബാലിശമാണെന്ന് തോന്നുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് കൊണ്ടാണ്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചവർക്കാണ് അതൊരു ബാലിശമായിട്ട് തോന്നുന്നത്. അല്ലാത്തവർക്ക് ആ ക്വസ്റ്റ്യൻ ചിലപ്പം ചെയ്ത് എടുക്കേണ്ടി വരും. സോ ഇവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഫീസൊക്കെ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക. വിളിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫീസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് ഈ നമ്പറിലൊക്കെ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ദീപ്തി മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം കഴിഞ്ഞ തവണത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അനാലിസിസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ തവണ എക്സാം നടന്നു. അപ്പോൾ എക്സാമിന് എനിക്ക് തോന്നുന്നു എന്തായാലും ജസ്റ്റ് ഒരു വേഗമായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം പോലും അയാൾക്ക് ഒരു മിനിമം ഒരു 15 ക്വസ്റ്റ്യൻ എങ്കിലും ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷെ അത് തെറ്റിച്ച് കളയരുത്. അത് തെറ്റിച്ച് കളഞ്ഞാലാണ് പ്രശ്നം. കാരണം നമുക്കതൊക്കെ ഒരു പേന പോലും കയ്യിലെടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രോബബിലിറ്റി, കറണ്ട് ഡെൻസിറ്റി, പിന്നെ മുമ്പേ പറഞ്ഞ നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ, പിന്നെ കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ ലഗ്രാഞ്ചിയൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ട് പോയവരാണെങ്കിൽ, ഇതൊക്കെ ഡയറക്റ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. ചെയ്ത് പഠിച്ചിട്ട് പോയവരാണെങ്കിൽ നമുക്കത്
വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം മാത്തമാറ്റിക്കൽ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ ഇത്തവണത്തേതുപോലെ സ്പെഷ്യൽ ഫങ്ഷൻസ് ചോദിച്ച മറ്റൊരു ഒരു തവണത്തെ ക്വസ്റ്റ്യൻ ഇല്ലയെന്ന് തോന്നുന്നു. ബെസൽ ഫംഗ്ഷനായിട്ടും ഹെർമൈറ്റായിട്ടും ലോഗരയായിട്ടും ലെഷൻഡറായിട്ടും കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ ആ ഭാഗത്തു നിന്ന് മാത്രമായി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുക്കേണ്ടതാണ്. ആ ഭാഗം വളരെ കാര്യമായിട്ട് നമ്മൾ പഠിച്ചെടുക്കണം, എങ്കിലേ പറ്റൂ. പിന്നെ കോംപ്ലക്സ് അനാലിസിസ്, അതിനകത്ത് 2 or 3 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ ഫിസിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഒത്തിരി ചോദ്യങ്ങൾ അതിനകത്ത് നിന്ന് വരുന്നതാണ്. എനിക്ക് തോന്നുന്നൊരു 10 ക്വസ്റ്റ്യൻ എങ്കിലും മാത്തമാറ്റിക്കൽ ഫിസിക്സ് ബേസ് ചെയ്ത് ഇത്തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സ്. അവർ ഓരോ തവണയും അവരുടെ ഫോക്കസ് ഏരിയ മാറ്റും. ഇത്തവണ അവർ ചോദിച്ചേക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ഫങ്ഷൻസാണ്. അതിനകത്ത് നിന്നാണ് 5 ചോദ്യം 6 ചോദ്യം ചോദിച്ചേക്കുന്നത്. ബാക്കിയൊക്കെ മറ്റു ഭാഗത്തു നിന്ന്. അപ്പോൾ നമ്മൾ അവർ മാറ്റുമെന്ന് കരുതി അടുത്ത തവണ ഇത് പഠിക്കാതിരുന്നിട്ട് കാര്യമില്ല. അടുത്ത തവണ ഇത് പഠിച്ചിട്ട് പോകണം. അവരുടെ മുകളിൽ നമ്മൾ കവർ ചെയ്യണം, എങ്കിലേ കാര്യമുള്ളൂ. പിന്നെ ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്ലാസിക്കൽ കോച്ചിങ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളിത് വിളിച്ച് ചോദിച്ചോളൂ എന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള കാര്യമൊക്കെ. അത് ആപ്പിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. കോച്ചിങ് ഇതിൻ്റെ പാക്കേജൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ ഈ പോർഷൻസ് ഒക്കെ കവേർഡ് ആണ്. നിങ്ങൾ ആപ്പിൽ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ആപ്പ് പർച്ചേസ് ചെയ്യൂ, എന്നിട്ട് ഇത് വളരെ കൃത്യമായി നിങ്ങൾക്ക് കിട്ടും. പിന്നെ ക്ലാസിക്കൽ മെക്കാനിക്സിനകത്തുനിന്ന് ഇത്തവണ ഒരു 5 ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ലഗ്രാഞ്ചിനും ഹാമിൽട്ടോണിയനും കൃത്യമായി ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് നമ്മൾ എക്സാമിന് പോയി സമയം കളയരുത്. അതിനു മുമ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ലഗ്രാഞ്ചിനും ഹാമിൽട്ടോണിയനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായി ചെയ്തെടുക്കേണ്ട കാര്യമാണ്. പിന്നെ അതിനകത്ത് വരുന്നതാണ് നമ്മുടെ പോയിസൺ ബ്രാക്കറ്റ്, ലഗ്രാഞ്ച് ബ്രാക്കറ്റ്, അതൊക്കെ സിമ്പിളാണ്. അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ നമ്മുടെ റിലേറ്റിവിറ്റിക്കകത്ത് നിന്ന് 2 or 3 ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇത്തവണ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ. പിന്നെ അതുപോലെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ബേസ് ചെയ്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇത്തവണ. സോ അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഏത് ലീവ് ചെയ്യണം, ഏത് പഠിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല. എല്ലാ ഭാഗത്തിനും തുല്യ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ, എങ്കിലേ കാര്യമുള്ളൂ. അല്ല, നിങ്ങളിപ്പോൾ ഒരു 5 മോഡ്യൂളാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് കരുതുക. ആ 5 മോഡ്യൂളാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആ 5 മോഡ്യൂളിൽ നിന്നും വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരിക്കണം. യു മസ്റ്റ് ബി ഏബിൾ ടു ഡു ഓൾ ദോസ് ക്വസ്റ്റ്യൻസ്. ഒന്നും ലീവ് ചെയ്യാൻ പറ്റില്ല. ആ 5 മോഡ്യൂളിൽ നമ്മൾ എല്ലാ ഭാഗവും പഠിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഉറപ്പുള്ളത് മാത്രം നമുക്ക് ചെയ്തിട്ട് പോകാം. നെഗറ്റീവ് മാർക്ക് വരാതെ നമുക്ക് ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്തമാറ്റിക്കൽ ഫിസിക്സും ക്ലാസിക്കൽ മെക്കാനിക്സും പഠിച്ചു പോകണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യമാണ്. പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് പറയേണ്ട കാര്യമില്ല. ക്വാണ്ടം മെക്കാനിക്സിനകത്ത് ഇത്തവണ ഒരു 4-5 ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. പിന്നെ 1 ഡയമെൻഷണൽ ബോക്സിനെ ബേസ് ചെയ്ത് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യത്തിന് തെറ്റുമുണ്ട്. ഓക്കെ, അത് ഓർക്കണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു തെറ്റും ഇതിനകത്ത് തിരികെ കയറ്റാറുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ കമ്മ്യൂട്ടേറ്റർ ആൾജിബ്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബേസ് ചെയ്ത് 2 ചോദ്യമാണ് ഇത്തവണ വന്നിരിക്കുന്നത്. L² LZ, പിന്നെ പിന്നെ പോളീസ് സ്പിൻ മെട്രീസസിനെ ബേസ് ചെയ്ത് 2 ചോദ്യങ്ങളാണ് കമ്മ്യൂട്ടേറ്റർ ആൾജിബ്രയെ ബേസ് ചെയ്ത് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ആംഗുലാർ മൊമെൻ്റം ബേസ് ചെയ്ത് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഹൈഡ്രജൻ ആറ്റം നോക്കിക്കേ, വളരെ സിമ്പിളായിട്ട് വേവ് ഫംഗ്ഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം വരെ അവർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ ചോദിച്ചേക്കുന്നത് പിന്നെ സ്കാറ്ററിങ്ങിനെ ബേസ് ചെയ്ത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്വാണ്ടം മെക്കാനിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ മുക്കും മൂലയും നമ്മൾ ടച്ച് ചെയ്ത് പോകണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിവിടുത്തെ കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എടുത്ത ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് സംശയം ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. ലൈവ് സെഷൻസ് ഉണ്ട്, ഇതുപോലെ ഇഷ്ടംപോലെ ലൈവ് സെഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച ക്ലാസ്സുകളിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് ചോദിക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വിഷയങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്ന പേഴ്സണൽ ട്രെയിനേഴ്സ് ഉണ്ട്. അവരോട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. യാതൊരു സംശയവുമില്ല, പ്രയാസങ്ങളുമില്ല നിങ്ങൾക്ക്. അപ്പോൾ ഈ 3 യൂണിറ്റുകളും നിങ്ങൾ കൃത്യമായി പഠിച്ചു പോകണം. ഈ 3 യൂണിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റാണ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിന്ന് ഇത്തവണ 2 or 3 ചോദ്യമാണ് വന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ്, പിന്നെ മാക്സ്വെൽസ് റിലേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. പിന്നെ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ബേസ് ചെയ്തൊരു ചോദ്യം വന്നിട്ടുണ്ട് ഇത്തവണ. പിന്നെ ഇതിനകത്ത് ഈ എൻസെമ്പിൾസ് ആൻഡ് പാർട്ടീഷൻ ഫങ്ഷൻസ്, അത് ഇതുവരെ ഇത്തവണ അവർ ചോദിച്ചിട്ടില്ല, അടുത്ത തവണ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. തീർച്ചയായും അവർ ചോദിക്കും. അതിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒന്ന് പഠിച്ചിട്ട് പോവുക, മുൻകരുതൽ എന്നുള്ള നിലയിൽ അത് പഠിച്ചിട്ട് പോവുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ, അടുത്ത തവണ ചോദിച്ചിരിക്കും. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, അത് ഇത്തവണ നമ്മളെ സാധാരണ നമ്മൾ പഠിച്ച +2 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരെ അതിനകത്ത് ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു സ്ട്രെയിറ്റ് വയറിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണെന്ന് തോന്നുന്നു. സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള +2, കാരണം ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്, അല്ല ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്നത് +2 മുതൽ MSc വരെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഒരേ കാര്യം തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സ് 3 നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിനകത്തുനിന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ അതിനകത്തുനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വേവ് ഗൈഡ്. വേവ് ഗൈഡ് വിട്ട് കളയരുത്. അതിനകത്ത് ഷോർട്ടായിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. തീർച്ചയായും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഐദർ കട്ട് ഓഫ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ചോദിച്ചതുപോലെ ഒരു റെക്ടാങ്കുലർ വേവ് ഗൈഡിൽ ഏത് പോസിബിൾ അല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഉണ്ടാവും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കിയിട്ട് പോകണം. പിന്നെ മാക്സ്വെൽസ് ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. ഓക്കെ, പിന്നെ ഇവർ ചിലപ്പോൾ ഈ റിട്ടാർഡഡ് പൊട്ടൻഷ്യൽസ് അങ്ങനത്തെ ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് ഇക്വേഷൻ തന്നെ അവർ ചോദിക്കും. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ഫോർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കാറുണ്ട്. അത് ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് പോകുന്നത് വളരെ നല്ലതാണ്. പിന്നെ അറ്റോമിക് ആൻഡ് മോളിക്യുലാർ ഫിസിക്സ്, അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇത്തവണ. അതിനകത്തുനിന്ന് നമ്മുടെ LS കപ്ലിങ്, JJ കപ്ലിങ്, പിന്നെ സ്റ്റാർക്ക് എഫക്റ്റ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. പിന്നെ ഇലക്ട്രോണിക്, റൊട്ടേഷണൽ, വൈബ്രേഷണൽ ആൻഡ് രാമൻ സ്പെക്ട്ര, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തുനിന്നും ചോദിക്കാം. പിന്നെ ഒപ്റ്റിക്കൽ പമ്പിങ്, നമ്മുടെ ലേസറിൻ്റെ അകത്തുനിന്ന് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ, കാരണം അത് ഡിഗ്രി ലെവലിലുള്ളൊരു ടോപ്പിക്കാണ്. ഡിഗ്രി ലെവലിലുള്ളൊരു ടോപ്പിക് ആയതിനാൽ തന്നെ അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനകത്ത് ഐൻസ്റ്റീൻ കോഎഫിഷ്യൻസ്, പിന്നെ ഒപ്റ്റിക്കൽ പമ്പിങ്, ഓരോന്നിനും റിലേഷൻസ് ഉണ്ട്. ആ റിലേഷൻസ് ഒക്കെ നോക്കി പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്, അതും അതിനകത്തുനിന്നും ഇത്തവണ അങ്ങനെ ചോദിച്ച് കണ്ടില്ല. പക്ഷേ എന്നാൽ പോലും ഈ CPT ഇൻവേരിയൻസ് ഒക്കെ വളരെ കാര്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതിനകത്ത് നിന്ന്. പിന്നെ അതിനകത്ത് നമ്മുടെ ഫീസിബിൾ റിയാക്ഷൻസ്, ഏതാണ് ഫീസിബിലിറ്റി ഓഫ് ചെക്ക് ദ ഫീസിബിലിറ്റി ഓഫ് എ റിയാക്ഷൻ, അതൊക്കെ ചോദിക്കാം. പിന്നെ അതിനകത്ത് നിന്ന് ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, പിന്നെ ന്യൂക്ലിയർ റേഡിയോ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ റേറ്റ് ഓഫ് ഡീകെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഒത്തിരി പ്രോബ്ലം ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് അത് ഒന്ന് കാര്യമായി തന്നെ നോക്കി പോവുക. പിന്നെ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്, അത് പറയേണ്ട കാര്യമില്ല. അതിനകത്ത് ഈ മോഡൽസൊക്കെ, ഡ്രൂട്ട് മോഡൽ, ക്രോണിക് പെന്നി മോഡൽ, അതൊക്കെ ഒന്ന് നോക്കി പോവുക. പിന്നെ തിയറി ഓഫ് എ സ്പെസിഫിക് ഹീറ്റ്, ഐൻസ്റ്റീൻ തിയറി, അതൊക്കെ ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. പിന്നെ അതിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിസമാണ്. ഡയാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, ഫെറോ മാഗ്നറ്റിസം. പിന്നെ സൂപ്പർ കണ്ടക്ടിവിറ്റി, ഇത്തവണ സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ഡയറക്റ്റ് ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഭയങ്കര കാര്യമായിട്ടൊക്കെ പഠിക്കും, പക്ഷേ ഡയറക്റ്റ് ഫോർമുല അതിനകത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട് സൂപ്പർ കണ്ടക്ടിവിറ്റിയെ സംബന്ധിച്ച്. അപ്പോൾ അത് ഒക്കെ ബോണസായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾക്കൊന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് ഇത്തവണ ചോദിച്ചേക്കുന്നത്. സോ അത് ഒന്ന് പഠിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. പിന്നെ ഇലക്ട്രോണിക്സിൽ എനിക്ക് തോന്നുന്നു മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ ഇത്തവണ അവർ ചോദിച്ചിട്ടുണ്ട്. ഇത്തവണ അതിലേക്ക് കൈവച്ചിട്ടുണ്ട്. അടുത്ത തവണ വീണ്ടും അതിൻ്റെ ലെവൽ കൂട്ടാൻ സാധ്യതയുണ്ട്. അത് നോക്കി പോകുന്നത് നല്ലതാണ്. A to D ആൻഡ് D to A കൺവെർട്ടർ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഡിഗ്രി മുതൽ പഠിക്കുന്ന ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, പിന്നെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ്, അത് ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ, ആ 3 കോൺഫിഗറേഷൻസും അതിൻ്റെ ആപ്ലിക്കേഷൻസും പാരാമീറ്റർ, അതൊക്കെ ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. ഇത്രയാണ് എനിക്ക് സിലബസിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നിങ്ങൾ ഏറ്റവും
ഇമ്പോർട്ടൻസ് കൊടുത്ത് മാത്തമാറ്റിക്കൽ ഫിസിക്സും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ഒട്ടും കുറയില്ല, ഗ്യാരണ്ടിയാണ്. നോക്കിപ്പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ചൂതാട്ടം കളിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് കിട്ടും. മാത്തമാറ്റിക്കൽ ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ, ക്വാണ്ടം, ക്ലാസിക്കൽ, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, ഈ 5 മോഡ്യൂൾ നിങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കുക. അതാണ് ബേസ്. അത് ബേസ് ചെയ്തിട്ട് മറ്റ് കാര്യങ്ങൾ ഇതിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുക. ഓക്കെ, ഈ 5 മോഡ്യൂൾ പഠിച്ചിട്ട് ഇതിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുക. ഓക്കെ, മാത്തമാറ്റിക്കൽ, ക്ലാസിക്കൽ, ക്വാണ്ടം, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ബാക്കി പഠിക്കേണ്ടെന്നല്ല, ബാക്കി പഠിച്ചിട്ട് പോകണം. പക്ഷേ ബാക്കിയെല്ലാം ഇതിൽ നിന്ന് ബേസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് കാര്യമായിട്ട് തന്നെ നോക്കി പോകണം. പിന്നെ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം. നമ്മുടെ രാമായണം, മഹാഭാരതം, ബൈബിളൊക്കെ വായിക്കുന്ന പോലെ, കഥ വായിക്കുന്ന പോലെ, കളിക്കുടുക്ക ബാലരമയൊക്കെ വായിക്കുന്ന പോലെ വെറുതെ കഥ വായിച്ച് പോയിട്ട് കാര്യമില്ല. കഥ വായിച്ച് പോയാൽ ഒന്നും മനസ്സിൽ നിൽക്കത്തില്ല. പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ 2 ഉണ്ട് മെച്ചം. 1 ഫോർമുല നമുക്ക് മനഃപ്പാടമാകും, 2 പ്രോബ്ലം ചെയ്യാൻ പഠിക്കും. പ്രോബ്ലം നമ്മൾ 1,00,000 പ്രോബ്ലം ചെയ്തിട്ട് പോയാലും അതിനകത്ത് നിന്ന് എല്ലാ ചോദ്യം ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുന്നതിലാണ് നിങ്ങളുടെ വിജയം. ഇവിടെ നിന്ന് തരുന്ന പ്രോബ്ലംസ് മാത്രമല്ല പഠിക്കേണ്ടത്, നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് അന്വേഷിച്ച് കണ്ടെത്തി പഠിക്കണം. സെറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് ചെയ്യണം, എങ്കിലേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ രാവിലെയാണോ വൈകിട്ടാണോ പഠിക്കേണ്ട സമയം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ സമയക്രമം അനുസരിച്ച് തീരുമാനിക്കുക. എപ്പോഴാണെങ്കിലും നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു 6 മണിക്കൂർ ദിവസം സ്പെൻഡ് ചെയ്യുക. ഒരുമിച്ച് വേണ്ട, രാവിലെ 3 വൈകുന്നേരം 3 എന്നുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്തോളൂ. 6 മണിക്കൂറെങ്കിലും ഈ സമയങ്ങളിൽ പരീക്ഷയുടെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ 6 മണിക്കൂർ എന്നുള്ളത് കൂട്ടിക്കൊണ്ടുപോവുക. ഓക്കെ, അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം ഇത്രയും വലിയ സിലബസാണ്, കവർ ചെയ്യാൻ ഒത്തിരി സമയമെടുക്കും. ഈ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഒക്കെ ഒരു 10 മണിക്കൂർ 15 മണിക്കൂർ കൊണ്ടൊന്നും പഠിപ്പിച്ച് തീർക്കാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം ഉണ്ടെന്ന്. ഇതിനകത്ത് മാത്തമാറ്റിക്കൽ ഫിസിക്സിനകത്ത് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ എത്രയോ ടൈപ്പുകളുണ്ട്. ഈ ടൈപ്പുകളെല്ലാം നമ്മൾ പഠിക്കണ്ടേ? അതിന് ഓരോന്നിനും ഓരോ ഫോർമുലയില്ലേ, അതൊക്കെ ഓരോന്നിനും ഓരോ മെത്തേഡില്ലേ, അതൊക്കെ പഠിക്കണം. അതൊക്കെ എങ്ങനെ ഉറപ്പിക്കാം? കൂടുതൽ പ്രോബ്ലം ചെയ്ത് മാത്രം. അപ്പോൾ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നു, പ്രോബ്ലംസ് ചെയ്യുക. നമുക്ക് ആദ്യം ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ, ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. അതിലൊന്നും തളരരുത്, ആദ്യം ഒന്ന് നോക്കി തന്നെ ചെയ്തു പോവുക. പിന്നെ ഒന്ന് വേറെ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അങ്ങനെ ഒരു 5-6 പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കോൺഫിഡൻസ് ലെവൽ കിട്ടും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ പ്രോബ്ലത്തിൻ്റെ പാത്തിലേക്ക് നമ്മളങ്ങ് വീണോളും, പിന്നെ അങ്ങ് പൊക്കോളും. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒട്ടുമിക്ക പ്രോബ്ലംസും ചെയ്താൽ കിട്ടുന്നതേ ഉള്ളൂ. ചില തെറ്റുകളൊക്കെ വരും ഇതിനകത്ത്, ക്വസ്റ്റ്യൻ്റെ അകത്ത് തെറ്റുകളുണ്ട്. അപ്പം അത് മുൻകൂട്ടി കണ്ടുപോവുക. നമ്മൾ ആ തെറ്റിൻ്റെ മാർക്കോടെ കൂട്ടിയായിരിക്കും ചിലപ്പോൾ നമ്മുടെ മാർക്ക് പറയുന്നത്. നമ്മളെപ്പോഴും ഒരു 140 റേഞ്ച് മാർക്ക് ടാർഗറ്റ് ചെയ്ത് വേണം പഠിക്കാൻ എപ്പോഴും. കാരണം നമ്മൾ ഈ 115 മാർക്ക് 120 മാർക്ക് അങ്ങനെയൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒരു 2-3 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബൗണ്ടറി നിൽക്കുന്ന ആൾ, നമ്മുടെ ഈ കയ്യാലപ്പുറത്ത് തേങ്ങ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴാം. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു 140+ മാർക്ക് ടാർഗറ്റ് ചെയ്ത് വേണം പഠിക്കാൻ. അപ്പം അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം നമ്മളെപ്പോഴും സേഫ് സോണിലായിരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ഓക്കെ, സോ ഇത് നന്നായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും, യാതൊരു പ്രയാസവുമില്ല. കാരണം എന്നെപ്പോലുള്ള മണ്ടന്മാർക്ക് വരെ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും. യാതൊരു ബുദ്ധിമുട്ടും വരികയില്ല. കാരണം എത്രയോ ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് പഠിച്ചു നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള വിജയം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്? ഒരു 10 ക്വസ്റ്റ്യനോളം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇൻ എ റെക്ടാങ്കുലർ ഹോളോ വേവ് ഗൈഡ് ദ ഫോളോവിങ് കനോട്ട് ഒക്കർ. കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യമാണ്. TE വേവ്, TM വേവ്, TEM വേവ്, H വേവ്. ഇത്രയാണ് ഓപ്ഷൻ തന്നേക്കുന്നത്. ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിക്കണം. യെസ് അഞ്ജു, വളരെ ശരിയാണ് പറഞ്ഞത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചേ വെക്കൂ. പക്ഷേ ഒറ്റ അപേക്ഷയേ ഉള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതാ നിങ്ങളിങ്ങനെ വായിക്കുകയാണ്, ഇൻ എ റെക്ടാങ്കുലർ ഹോളോ വേവ് ഗൈഡ് ദ ഫോളോയിങ് കനോട്ട് ഒക്കർ.
അതിൻ്റെ ഉത്തരം പഠിച്ചു വെക്കുകയാണ് നിങ്ങൾ. ഇപ്പം സപ്പോസ് ഓപ്ഷൻ ബി ആണെന്ന് കരുതുക അതിൻ്റെ ഉത്തരം. ഓപ്ഷൻ ബി. ഇത് കാണാതെ പഠിച്ച് വെക്കരുത് ദയവ് ചെയ്ത്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്ത് ഇതിൻ്റെ തിയറി പഠിക്കാൻ ശ്രമിക്കുക, ഇതിനെ സംബന്ധിച്ചുള്ള മറ്റേ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, ഇതിനെ സംബന്ധിച്ചുള്ള മറ്റ് പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുക. പിടികിട്ടിയോ? അങ്ങനെ വേണം ചെയ്യാൻ. അല്ലാതെ ഈ ക്വസ്റ്റ്യനും ഇതിൻ്റെ ആൻസറും പഠിച്ചിട്ട് ഒരു ഗുണവും ഇല്ല. ഓക്കെ, ചെയ്ത് പഠിക്കുക. ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ പ്രധാന ഗുണം നമ്മുടെ പുറകിൽ ഇതിനോടനുബന്ധിച്ച് കിടക്കുന്ന കാര്യങ്ങൾ പഠിച്ചു പോകുക എന്നുള്ളതാണ്. ക്ലിയർ? സോ നോക്കിയേ, ക്വസ്റ്റ്യൻ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇൻ എ റെക്ടാങ്കുലർ ഹോളോ വേവ് ഗൈഡ് ദ ഫോളോയിങ് കനോട്ട് ഒക്കർ. സോ ഇതിൻ്റെ ഫോർ എ റെക്ടാങ്കുലർ വേവ് ഗൈഡ് TEM mod will not occur. In a rectangular wave guide, TEM mod will not occur. ഇത് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിനെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒമേഗ. ദിസ് ഒമേഗ ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഒമേഗ ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ C pi into root of m by a whole square plus n by b whole square. Threshold frequency omega should be greater than C pi into root of m by a whole square plus n by b whole square. And this m and n denotes mod. M and n denotes mod, and a and b denotes the dimension of the rectangular waveguide. Clear? ഇത് അറിഞ്ഞിരിക്കണം. ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രഷോൾഡ് ഫ്രീക്വൻസി ഈസ് any frequency less than this threshold frequency will not be transmitted. Okay, threshold frequency, this is the minimum frequency. ഇതിൽ കുറഞ്ഞൊരു ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ആ വേവ് ഗൈഡിൽ കൂടി കടത്തി വിടില്ല. സോ any frequency less than this won't be transmitted. Any frequency less than this won't be transmitted. That is the meaning of this threshold frequency. That means this threshold frequency is the minimum frequency. അതുകൊണ്ടാണ് നമ്മളിവിടെ this omega is greater than എന്ന് ഇട്ടേക്കുന്നത്. Omega should always be greater than. Okay? So that means minimum frequency എന്ന് പറയുമ്പോൾ this omega threshold is equal to C pi into root of m by a whole square plus n by b whole square. This is the threshold frequency. And there is corresponding to this, there is a cutoff frequency. And this cutoff frequency is omega by 2 pi. അല്ലേ? FCC equal to omega by 2 pi. അപ്പം this is equal to ഒമേഗയുടെ വാല്യൂ തന്നിട്ടുണ്ട് C pi into root of this. സോ ഇവിടെ ഡിവൈഡ് ബൈ 2 pi ചെയ്യുമ്പോൾ എന്ത് വരും? C by 2 into root of m by a whole square plus n by b whole square. ഈ ഫോർമുല വെച്ചിട്ട് ചോദ്യം ഉണ്ടാകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. FCC equal to C by 2 into root of m by a whole square plus n by b whole square. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാൻ ഒത്തിരി സാധ്യതയുള്ളതാണ്. ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ by using these two, so this is also cutoff frequency എന്ന് പറഞ്ഞാൽ this is also a minimum value, and there is a threshold value of wavelength or cutoff wavelength ഉണ്ട്. This cutoff wavelength എന്ന് പറയുന്നത് എന്താണ്? This is nothing but C by FC, അല്ലേ? C by nu, cutoff wavelength എന്ന് പറഞ്ഞാൽ എന്താണ്? That is a maximum value of wavelength.
that is a maximum value of wavelength. മിനിമം വാല്യൂ എന്തായാലും വേണമെങ്കിലും ഫ്രീക്വൻസിക്ക് പോകും. അപ്പോൾ ഫ്രീക്വൻസി മിനിമം ആയാൽ നമുക്കറിയാം വേവ് ലെങ്ത് മാക്സിമം ആണ് അല്ലേ. അപ്പം മാക്സിമം വാല്യൂ ഓഫ് വേവ് ലെങ്ത്, ദാറ്റ് മീൻസ് ഇതിൽ കൂടിയ വേവ് ലെങ്തിനെ കടത്തിവിടില്ല. ബാക്കി എല്ലാവരും നമ്മൾ പറഞ്ഞു ഇതിൽ കുറഞ്ഞ വാല്യൂവിനെ കടത്തിവിടില്ല എന്നാണ്. ഇവിടെ പറയുന്നത് ഇതിൽ കൂടിയ വാല്യൂവിനെ കടത്തിവിടില്ല. ദിസ് ഈസ് സി ബൈ എഫ് സി വിച്ച് ഈസ് ഈക്വൽ ടു സി ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ എ ഹോൾ സ്ക്വയർ പ്ലസ് എൻ ബൈ ബി whole square. This is the value of cut-off wavelength. This is the value of cut-off wavelength. Okay. ഈ സ്ലൈഡ് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇതിൽ? ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല എന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, നമ്മൾ സമയം കളയുന്നില്ല. നോക്കിയേ, മോഡുകളെ we have classified the modes into two. In a rectangular waveguide, the modes of transmissions are classified into two. One is TEMN, transverse electric MN, and the other is TMMN, transverse magnetic. Okay, Salman, thank you. TEMN mode ന്റെ പ്രത്യേകത എന്താണ്? EZ is equal to 0. ഇവിടെ എല്ലാം നമ്മൾ എടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇസഡ് ഡയറക്ഷനിലാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ള കൺസെപ്റ്റാണ്. നിങ്ങളിത് ഗ്രിഫിത്ത് വായിച്ച് നോക്കുക, ഡേവിഡ് ഗ്രിഫിത്ത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് പിടി കിട്ടും. Okay, EZ is equal to 0 and BZ is not equal to 0. TEMN ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ചോദിക്കാം, വളരെ സാധ്യതയുള്ളതാണ്. EZ is equal to 0 and BZ is not equal to 0, and BZ is represented as BZ is equal to a cos m pi x by a cos n pi y by b. N pi y by b. This is the value of BZ, where m and n ranges from 0, 1, 2, etc. 0, 1, 2, etc. അപ്പോൾ എമ്മും എന്നും 0, 1, 2 മുതൽ പോകും എന്ന് പറഞ്ഞാൽ TE 0, 0, TE 0, 1, TE 0, 2, അല്ലെങ്കിൽ TE 1, 0, TE 1, 1, അങ്ങനെ. പക്ഷേ ഇവിടെ TE00 won't exist. അതും ഓർത്തിരിക്കുക. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഇൻറ്റിജേഴ്സ് ഷുഡ് ബി നോൺ സീറോ. TE00 won't exist. ഇനി TMMN സംബന്ധിച്ചിടത്തോളം BZ, ഇവിടെ BZ is equal to 0 and EZ is not equal to 0. And EZ is represented as a sin m pi x by a sin n pi y by b. Here also m and n ranges from 0, 1, 2, 3, etc. ഇവിടെ എങ്ങനെ പോകും? TM ഞാൻ പറഞ്ഞിരുന്നു, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഇൻറ്റിജേഴ്സ് ഷുഡ് ബി നോൺ സീറോ. ദാറ്റ് മീൻസ് TM11, TM12, etc. These are the modes, and from this is the dominant mode. So which is the dominant mode in TMMN, in rectangular waveguide എന്ന് ചോദിച്ചാൽ TM11 ആണ് dominant mode. അറിഞ്ഞിരിക്കണം. This is the dominant mode. Dominant mode എന്ന് പറഞ്ഞാൽ what is the speciality of the dominant mode? This is having least cutoff frequency. Dominant mode means this has the least cutoff frequency. TM11 is the dominant mode. ഇനി ഇത് ഇത്രയും നമ്മൾ പഠിച്ചത് 2 dimensional കേസാണ്. ഇനി 3 dimensional പോവുകയാണെങ്കിൽ TE110
ആയിരിക്കും ഇവിടുത്തെ ബേസിക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് 2 ഷുഡ് ബി നോൺ സീറോ. അറ്റ്ലീസ്റ്റ് 2 ഷുഡ് ബി നോൺ സീറോ. TE110 ആയിരിക്കും ഇവിടുത്തെ സ്റ്റാർട്ടിങ്. ഇനി ഇവിടെ വരുവാണെങ്കിൽ TM110 ഈസ് ദ ഡോമിനൻറ്റ്. TE110 ഈസ് ദ ഡോമിനൻറ്റ് മോഡ് in three-dimensional waveguides. In three-dimensional waveguides, TM110 is the dominant mode. ഇത്രയാണ്. ഇതിനെ സംബന്ധിച്ച് ഇനിയുണ്ട്. റെക്ടാങ്കുലർ വേവ് ഗൈഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കുറിച്ച് വെച്ചതാണ്. ഇനിയുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ കുറഞ്ഞ സമയത്തുള്ളിൽ ഇത് നമുക്ക് പറഞ്ഞ് പരിഹരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇനിയുണ്ട്, ഒത്തിരിയുണ്ട്. ഓക്കെ, സോ ഞാനതാ പറഞ്ഞത്, ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്ഷൻ മാത്രം കാണാൻ പഠിക്കാതെ മറ്റു കാര്യങ്ങളും കൂടി പഠിച്ചു പോവുക. ഇപ്പം ഞാൻ 2 സ്ലൈഡിലുള്ള കാര്യങ്ങൾ ഫുള്ള് നിങ്ങൾക്ക് പറഞ്ഞു. ഇനിയുണ്ട് ഒത്തിരി കാര്യങ്ങൾ. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലിയർ? ഇനി സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ ഇത്തവണ ചോദിച്ചതാണ്. ഫോറിയർ ട്രാൻസ്ഫോം. മാത്തമാറ്റിക്കലിൽ ഫോറിയർ ട്രാൻസ്ഫോമും ലാപ്ലേസ് ട്രാൻസ്ഫോമും വളരെ എളുപ്പമാണ്. ലോട്ടറി പോലുമല്ല, എന്താ പറയുക, ബമ്പറാണ്, ബമ്പർ. നമ്മൾ പഠിച്ചിട്ട് ഇത് ചോദ്യം ചോദിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടിയിരിക്കും കേട്ടോ. 2 ചോദ്യം ഉറപ്പാണ്. ഇത് പഠിച്ചിട്ട് നോക്കും. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ തന്നെ. നോക്കിക്കേ, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് e⁻α mod t. ഇത്തവണ ചോദിച്ചേക്കുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാനൊരു ചെറിയൊരു അഡീഷൻ നടത്തിയിട്ടുണ്ട് അതിനകത്ത്. അവർ ചോദിച്ചേക്കുന്നതിനകത്ത് ആൽഫ ഇല്ല, ഞാൻ ചോദിച്ചേക്കുന്നതിനകത്ത് ആൽഫ ഉണ്ട്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവർ ചോദിച്ചേക്കുന്നത് e⁻mod t ആണ്. ഓക്കെ, ഒന്ന് പ്രയാസം ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ആൽഫ ഇട്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം, ഒരു പ്രയാസവുമില്ല. നോക്കിക്കേ, ഫോറിയർ ട്രാൻസ്ഫോം. നമുക്കറിയാം ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/√2π integral -∞ to +∞ f of t e⁻i⁻t dt. This is the basic definition. Fourier transform of a function f of t is equal to 1/√2π integral -∞ to +∞ f of t e⁻i⁻t dt. പിടികിട്ടിയല്ലോ, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഇതിലേക്ക് ഓരോന്ന് പെറുക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, പ്രയാസമൊന്നുമില്ല. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. e⁻α mod t എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു e⁻α mod t വിച്ച് ഈസ് ഈക്വൽ ടു e⁻α t which is e⁻α t for t greater than or equal to 0. ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണെന്നേ. മോഡ് എക്സിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ അല്ലേ? മോഡ് എക്സ് എന്താണെന്നൊക്കെ നമുക്കറിയാവുന്ന. അതുപോലെ തന്നെ ഉള്ളൂ e⁻α t for t greater than or equal to 0 and e⁻α t for t less than 0. For t less than 0. കാരണം നമുക്കറിയാം നെഗറ്റീവ് ആക്സിസ് വരുമ്പോഴത്തേനും ടിയുടെ വാല്യൂ നെഗറ്റീവാണ്. അപ്പം നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആകും. ഇനി പോസിറ്റീവ് ആക്സിസ് വരുമ്പോഴത്തേനും ടിയുടെ വാല്യൂ പോസിറ്റീവായിട്ട് തന്നെ കിടക്കും, e⁻α t. അതാണ് ഈ എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ കൺവേർഷൻ അറിഞ്ഞിരിക്കണം. ഇതുപോലുള്ള ഏത് പ്രോബ്ലം വന്നാലും ഇത് വേണം, നമ്മുടെ മനസ്സിൽ ഇത് വേണം. ക്ലിയർ? e⁻α mod t. ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതൊരു നല്ലൊരു മോഡലാണ്. ഇനി നോക്കിക്കേ, അത്രയും നമ്മൾ എഴുതി. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്ന് -∞ മുതൽ 0 വരെ, -∞ മുതൽ 0 വരെ. എന്ത്? എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്താ? -∞ മുതൽ 0 വരെ വാല്യൂ എന്താ? e⁻α t. That is e⁻α t into e⁻i⁻t dt plus integral 0 to ∞. നമ്മൾ ഇൻ്റഗ്രലിനെ രണ്ടായിട്ടങ്ങ് സ്പ്ലിറ്റ് ചെയ്തു. ഇൻ്റഗ്രൽ 0 to ∞ പോസിറ്റീവ് വരുമ്പോൾ എന്താണ്? e⁻−α t into e⁻i⁻t dt into i⁻t dt. ഇത് മനസ്സിലായല്ലോ? ഇനി ഒന്നുമില്ല,
which is equal to 1 by root 2 pi into integral minus infinity to 0 e raised to minus infinity to 0 e raised to alpha plus I omega into t dt plus integral 0 to infinity e raised to minus of ഇവിടെ നിന്ന് മൈനസ് കോമൺ എടുക്കണം കാരണം ഇതിന് ഡയറക്റ്റ് ഫോർമുല ഉള്ളതാണ് e raised to minus of alpha minus I omega into t dt നമുക്കറിയാം integral minus infinity to 0 e raised to at dt equal to integral 0 to infinity e raised to minus at dt രണ്ടിനും ഒറ്റ വാല്യൂ 1 by a which is equal to 1 by a അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക which is equal to 1 by root 2 pi into എന്താണ് 1 by alpha plus I omega plus ഇതെന്താണ് 1 by alpha minus I omega which is equal to മനസ്സിലായല്ലോ 1 by alpha minus I omega ഇനി ഇന്ന് സിംപ്ലിഫൈ ചെയ്യുക 1 by root 2 pi into alpha minus I omega into alpha plus I omega is 2 alpha divided by a plus b into a minus b, a square minus b square, alpha square minus beta b square, I omega into I omega, I into I is minus, minus into minus plus is omega square, which is equal to 2 and the 2 and root 2 cancels, which is root of 2 by pi, root of 2 by pi into alpha divided by alpha square plus omega square, alpha divided by alpha square plus omega square. This is the required Fourier transform for the given function e raised to minus alpha mod t. ഇത് മനസ്സിലായോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എനിക്കൊരു പ്രചോദനമാകാൻ വേണ്ടി മനസ്സിലായെങ്കിൽ മനസ്സിലായെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയണ്ടേ? See, I hope this is clear. Okay. See, ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് കിട്ടും. ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. Then, if A, B and C represents, next question നോക്കിയേ, if A, B and C represents Pauli's spin matrices, then the commutator of C and A will be, then the commutator of C and A will be. ഇതാണ് ചോദ്യം. If A, B and C represents Pauli's spin matrices, then the commutator of C and A. അപ്പം നമുക്കിവിടെ ആകെ അറിയാവുന്നത് പോളീസ് സ്പിൻ മെട്രീസസ് എന്തൊക്കെയാണെന്നാണ് അല്ലേ. ഇവിടെ തന്നേക്കുന്നത് എ ബി സി എന്നാണ്. നമുക്ക് അറിയാവുന്നത് സിഗ്മ എക്സ്, സിഗ്മ വൈ ആൻഡ് സിഗ്മ ഇസഡ് ആർ ദി പോളീസ് സ്പിൻ മെട്രീസസ് എന്നാണ്. നമ്മൾ ചോദിച്ചേക്കുന്നത് കമ്മ്യൂട്ടേറ്റർ ഓഫ് സി കോമ എ വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ ഇസഡ് കോമ സിഗ്മ എക്സ്. കമ്മ്യൂട്ടേറ്റർ സിഗ്മ ഇസഡ് സിഗ്മ എക്സ് ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് സിഗ്മ ഇസഡ് സിഗ്മ എക്സ്? ഇത് നമുക്കറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ ഇസഡ് ഇൻറ്റു സിഗ്മ എക്സ്, സിഗ്മ ഇസഡ് ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ ഇസഡ് ആണ് അല്ലേ. ഈസ് സിഗ്മ ഇസഡ് ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ ഇസഡ് ആണ്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഇങ്ങനത്തെ ഈ റിലേഷൻ നമുക്കറിയാം, സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. വാട്ട് ഈസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ? വിച്ച് ഈസ് നത്തിങ് ബട്ട് ഐ സിഗ്മ ഇസഡ്. സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഈസ് ഐ സിഗ്മ ഇസഡ്. അതുപോലെ തന്നെ സിഗ്മ വൈ ഇൻറ്റു സിഗ്മ ഇസഡ് എന്ന് പറയുന്നത് ഐ സിഗ്മ എക്സ് ആണ്.
It is sigma x, sigma y, sigma z. Clockwise direction പോയാൽ മതി. സിഗ്മ എക്സ് സിഗ്മ വൈ ഐ സിഗ്മ ഇസഡ്, സിഗ്മ വൈ സിഗ്മ ഇസഡ് ഐ സിഗ്മ എക്സ്, സിഗ്മ ഇസഡ് സിഗ്മ എക്സ് ഐ സിഗ്മ വൈ. തിരിച്ചുള്ളതിനെല്ലാം നെഗറ്റീവും വരും. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, സിഗ്മ ഇസഡ് സിഗ്മ എക്സ്, സിഗ്മ ഇസഡ് സിഗ്മ എക്സ് എന്താണ്? ഐ സിഗ്മ വൈ മൈനസ് സിഗ്മ എക്സ് സിഗ്മ ഇസഡ്, സിഗ്മ എക്സ് സിഗ്മ ഇസഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയപ്പോൾ ഇറ്റ് ഈസ് മൈനസ് ഐ സിഗ്മ വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഐ സിഗ്മ വൈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വിച്ച് ഈസ് ഐ സിഗ്മ വൈ വിച്ച് ഈസ് ഈക്വൽ ടു 2i സിഗ്മ വൈ. സിഗ്മ വൈക്ക് ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? ബി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2iB. ദി ആൻസർ ഈസ് 2iB. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഇത് മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോളീസ് സ്പിൻ മെട്രീസസിനെ സംബന്ധിച്ച മറ്റു കാര്യങ്ങളെല്ലാമാണ്. ദേ ആർ ട്രേസ്ലെസ്, their eigenvalues are always plus or minus 1. പിന്നെ അതിൻ്റെ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ്, അത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനെ ഈ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ പ്രോപ്പർട്ടീസും എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, നോക്കിക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Hamiltonian of a charged particle in an electromagnetic field is. അടുത്ത ചോദ്യമാണ്. The Hamiltonian of a charged particle in an electromagnetic field is. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുന്നു, അതിൻ്റെ ഹാമിൽട്ടോണിയനാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ലഗ്രാഞ്ചിന് ഹാമിൽട്ടോണിയൻ ഒന്നും ചെയ്യാൻ പരീക്ഷാ ഹാളിൽ സമയം കളയരുത്. ഇങ്ങനത്തെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ലഗ്രാഞ്ചിന് അറിയാമെങ്കിൽ ഡയറക്റ്റ് അതിൻ്റെ ഹാമിൽട്ടോണിയൻ എഴുതുക. ഓക്കെ, ഹാമിൽട്ടോണിയൻ എഴുതാനൊക്കെയുള്ള സിമ്പിളായിട്ടുള്ള ട്രിക്കുകളും ടിപ്പുകളൊക്കെ നമ്മുടെ പഠിപ്പിച്ച് ആപ്പിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊക്കെ അത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ലഗ്രാഞ്ചിന് അറിയാമെങ്കിൽ ഹാമിൽട്ടോണിയൻ എഴുതാനും ഹാമിൽട്ടോണിയൻ കിട്ടിയ ലഗ്രാഞ്ചിന് എഴുതാനും ഒക്കെയുള്ള സിമ്പിളായിട്ടുള്ള പേന പോലും എടുക്കാതെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കിക്കേ. ഹാമിൽട്ടോണിയൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. നമുക്കറിയാം, when a charged particle of charge q moves in an electromagnetic field, its velocity is r dot. V ആണ് അതിൻ്റെ velocity, so the velocity is r dot, and the kinetic energy is half m v square, അല്ലെങ്കിൽ half m r dot square. This is the kinetic energy, half m r dot square. And for a charged particle moving in an electromagnetic field, we know the potential energy is q phi minus q into v dot a. പഠിച്ചിട്ടുള്ളതാണ്, where phi is the scalar potential and a is the magnetic vector potential. പഠിച്ചിട്ടുള്ളതല്ലേ? q phi minus q into v dot a. V is equal to q phi minus q into v dot a. V നമ്മൾ ആറിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ q phi minus q into r dot dot a, q into r dot dot a. Therefore Lagrangian L is equal to t minus v, which is equal to half m r dot square minus q phi plus q into r dot dot a. This is the Lagrangian. This is the Lagrangian, corresponding Lagrangian for a charged particle moving in a electromagnetic field. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഹാമിൽട്ടോണിയൻ ആണ്. So in order to find Hamiltonian, we should find the conjugate momentum. ഇവിടെ r dot ആണ് ഇവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്. r ആണ് ഇവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് r. So you should find the conjugate momentum. PR is equal to dou L by dou r dot, which is equal to mr dot plus qa, mr dot plus qa. And we know Hamiltonian H is equal to summation over I pi
qi dot minus L, which is equal to, here it is PR R dot minus L. ഈ മെത്തേഡിലല്ല നമ്മൾ എക്സാമിന് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ടെക്നിക്കാണ്. ഓക്കെ, ആ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കുകൾ നിങ്ങൾക്ക് പിടികിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ആദ്യം മുതലുള്ള ആ ക്ലാസ്സുകൾ കേൾക്കണം, എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ആ ട്രിക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, സോ ദിസ് ഈസ് PR R dot minus L, which is equal to R dot into PRൻ്റെ വാല്യൂ എന്താ, MR dot plus QA minus L, it is half MR dot square plus Q5 minus Q into R dot dot A, R dot dot A. So which is equal to MR dot square minus half MR dot square, which is half MR dot square. ഇനി Q into R dot dot A minus Q into R dot dot A ക്യാൻസൽ ചെയ്യുന്നു. സോ മിച്ചമുള്ളത് പ്ലസ് Q5. സോ ദിസ് ഈസ് ദ ഹാമിൽട്ടോണിയൻ. H is equal to half MR dot square plus Q5. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നു, ഓപ്ഷനിലേക്ക് നോക്കുന്നു, ഓപ്ഷനിൽ ഉത്തരവില്ല, നമുക്ക് തലകറക്കം വരുന്നു. ഒന്നുമില്ല, പേടിക്കേണ്ട കാര്യമില്ല. ആർ ഡോട്ടിന് തിരിച്ചങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓപ്ഷനിൽ മിക്കവാറും PR-ൻ്റെ ടേംസിലായിരിക്കും തന്നേക്കുന്നത്. സോ ഇവിടെ നിന്ന് നമുക്ക് എഴുതാം, ഇവിടെ നിന്ന് R dot is equal to P minus QA by M. P minus QA by M. ഇനി H is equal to half M into R dot, which is P minus QA whole square divided by M square plus Q5. M and M cancels, which is equal to P minus QA whole square divided by 2M plus Q5 This is the required Hamiltonian, P minus QA whole square divided by 2M plus Q5. ഓക്കെ, ഇവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വേറൊരു ഫിസിക്സ് കൂടിയുണ്ട് ഇതിൻ്റെ പിന്നിൽ. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡസ് നോ വർക്ക്. കാരണം ഇത്രയേ ഉള്ളൂ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല. Q ഇൻറ്റു R ഡോട്ട് ഡോട്ട് എ എന്ന് പറയുന്ന ആ പൊട്ടൻഷ്യലിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തെങ്കിലും ഭാഗമുണ്ടോ? ഇല്ല. സോ ദ പൊട്ടൻഷ്യൽ റിലേറ്റഡ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആബ്സെൻറ്റ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡസ് നോ വർക്ക്. ക്ലിയർ? ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദിസ് ഈസ് ഹൗ വി കാൽക്കുലേറ്റ് ദ ഹാമിൽട്ടോണിയൻ ഫോർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. ഇത് എത്ര തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണെന്നറിയാമോ? ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഹാമിൽട്ടോണിയൻ്റെ വാല്യൂ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലും വേണ്ട, ലഗ്രാഞ്ചിൻ്റെ വാല്യൂ എങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഈ പകുതി സ്റ്റെപ്പുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കുക. സി ദ നെക്സ്റ്റ്, ഇതാണ് നമ്മുടെ സെറ്റ് ഫിസിക്സിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ്. എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സസ് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇടയ്ക്ക് കളികളും ഒന്നുമില്ല. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം എന്നോടോ ഇവിടെ ഉള്ളവരോടോ ചോദിച്ചാൽ എന്തായാലും സംശയങ്ങൾ അവസാനം എൻ്റെ കയ്യിൽ തന്നെ വരും. അപ്പം ഞാൻ തന്നെ ആയിരിക്കും അത് ക്ലിയർ ചെയ്ത് തരിക. പിന്നെ സോൾവ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടെക്നിക്കൽ സപ്പോർട്ട് ഞാൻ കൂടാതെ, ഞാൻ ടെക്നിക്കലി പിന്നോക്ക വിഭാഗക്കാരനാണ്. ഇവിടെ ടെക്നിക്കൽ മുന്നോക്കം നിൽക്കുന്ന ഇവിടുത്തെ ടെക്നിക്കൽ സ്റ്റാഫ് എന്തായാലും നിങ്ങൾക്കുള്ള സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഈ ആപ്പിലെ വീഡിയോ ക്ലാസ്സസ് ഡൗൺലോഡ് ചെയ്യാം, എത്ര തവണ വേണമെങ്കിലും കാണാം. പിന്നെ നോട്ടുകൾ, എൻ്റെ തന്നെ നോട്ടുകൾ അവൈലബിൾ ആണ്. ഞാൻ പഠിച്ച നോട്ടുകളാണ്, ഞാൻ പല മത്സര പരീക്ഷകൾക്ക് ജയിച്ച നോട്ടുകളാണ്. പിന്നെ അത് ഈ നോട്ടുകൾ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ നോട്ടുകളിൽ എന്തെങ്കിലും സംശയമുണ്ട് എന്നോട് തന്നെ ചോദിക്കണം കേട്ടോ. അത് ഞാൻ എന്തായാലും നിങ്ങളോട് ഒന്നുകൂടെ അപേക്ഷിക്കുന്നു. നോട്ടുകളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് തന്നെ ചോദിക്കുക. അതുകൊണ്ട് ഞാൻ എഴുതിയ നോട്ടുകളായതുകൊണ്ട് തന്നെ അതിന് സംശയം തീർക്കാൻ എൻ്റെ അടുത്ത് തന്നെ വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. മറ്റ് ആപ്പുകളിൽ ഇല്ലാത്തതാണ്. വീഡിയോ ക്ലാസ്സസ് ക്യാൻ ബി ഡൗൺലോഡഡ് അല്ലേ? ഡൗൺലോഡ് ചെയ്ത് എത്ര തവണ വേണമെങ്കിലും കാണാം.
മറ്റു ആപ്പുകളൊക്കെ ചിലപ്പോൾ ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ആപ്പിന് അങ്ങനെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉപകാരപ്പെടും, നിങ്ങൾ പരീക്ഷ പാസ്സാകുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ദ പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, വളരെ ബാലിശമായിട്ടുള്ള ചോദ്യമായി പോയി. ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് ചോദിച്ചതാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ വേറെ എന്തായാലും നല്ല കാര്യങ്ങളുണ്ടായിരുന്നു ചോദിക്കാൻ, ഇവർ ചോദിച്ചേക്കുന്നതാണ് പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ. പക്ഷേ ആ ഇക്വേഷനോട് നോക്കുമ്പോൾ എല്ലാം നമുക്കൊരു പുക പോലെ കാണുള്ളൂ. അതെല്ലാം നമുക്ക് കൃത്യമായി അറിഞ്ഞെങ്കിൽ മാത്രമേ കൃത്യ ഓപ്ഷൻ പോലും നമുക്ക് കുത്താൻ പറ്റുള്ളൂ. അതുണ്ട്, അത് സത്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഈ പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി we are considering the Schrodinger equation. Considering the Schrodinger equation, that is nothing but IH cross dou psi by dou t is equal to minus H cross square by 2m into del square psi plus V psi. Let this be equation number 1. This is the Schrodinger equation. And we are taking the complex conjugate of this Schrodinger equation. കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്. അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ ഐ എന്നുള്ളത് മൈനസ് ഐ ആയി, എച്ച് ക്രോസ് അത് തന്നെ, പിന്നെ ഡോ ബൈ ഡോ ടി ഓഫ് സൈ എന്നുള്ളത് സൈ സ്റ്റാർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡെൽ സ്ക്വയർ സൈ സ്റ്റാർ പ്ലസ് വി തന്നെ, ബിക്കോസ് വി അസ്യൂം ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഈസ് റിയൽ. റിയൽ പൊട്ടൻഷ്യലിലെ പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി അല്ലെങ്കിൽ കറണ്ട് ഡെൻസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് റിയൽ പൊട്ടൻഷ്യലിൽ മാത്രം ആകുന്നു. സോ ദിസ് ഈസ് വി സൈ സ്റ്റാർ വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 2. ആൻഡ് ലെഫ്റ്റ് മൾട്ടിപ്ലൈ ഇക്വേഷൻ നമ്പർ 1 വിത്ത് സൈ സ്റ്റാർ. ലെഫ്റ്റ് മൾട്ടിപ്ലൈ ഇക്വേഷൻ നമ്പർ വിത്ത് സൈ സ്റ്റാർ. സൈ സ്റ്റാർ കൊണ്ട് ഇക്വേഷൻ നമ്പർ 1 ലെഫ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഐ എച്ച് ക്രോസ് ഇൻറ്റു സൈ സ്റ്റാർ ഡോ സൈ ബൈ ഡോ ടി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു സൈ സ്റ്റാർ ഡെൽ സ്ക്വയർ സൈ പ്ലസ് സൈ സ്റ്റാർ വി സൈ. ദിസ് ബി ഇക്വേഷൻ 3. Similarly, left multiply equation number 2 with psi. Equation number 2 psi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? മൈനസ് ഐ എച്ച് ക്രോസ് ഇൻറ്റു സൈ ഡോ സൈ സ്റ്റാർ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു സൈ ഡെൽ സ്ക്വയർ സൈ സ്റ്റാർ പ്ലസ് സൈ വി സൈ സ്റ്റാർ. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 4. രണ്ടും കൂടെ ഒന്ന് സബ്ട്രാക്ട് ചെയ്തേ. രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? ഐ എച്ച് ക്രോസ് ഈസ് കോമൺ അല്ലേ? ഐ എച്ച് ക്രോസ് കോമൺ. പിന്നെ എന്ത് വരും? സൈ സ്റ്റാർ ഡോ സൈ ബൈ ഡോ ടി പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സൈ ഡോ സൈ സ്റ്റാർ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു, നോക്കിയേ ഇത് വിധം സെയിം റിയൽ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് ഇത് രണ്ടും ക്യാൻസലായി പോകും. കാരണം സൈ സ്റ്റാർ സൈയും സൈ സ്റ്റാറും സെയിം തന്നെയാണ്. വി റിയൽ ആയതുകൊണ്ട് തന്നെ പുറത്തെടുക്കാം. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. മിച്ചം എന്ത് കിട്ടും? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m കോമൺ എടുക്കാം. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m കോമൺ എടുക്കുമ്പോൾ സൈ സ്റ്റാർ ഡെൽ സ്ക്വയർ സൈ മൈനസ് സൈ ഡെൽ സ്ക്വയർ സൈ സ്റ്റാർ മൈനസ് സൈ ഡെൽ സ്ക്വയർ സൈ സ്റ്റാർ. ഓക്കെ, ഇത്രയും പിടികിട്ടിയല്ലോ. നോക്കിയേ ഇനി, സോ ദാറ്റ് ഈസ് നമ്മുടെ എൽ എച്ച് എസിനെ നമ്മൾ ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ഓഫ് സൈ സ്റ്റാർ സൈ എന്ന് എഴുതാം. എൽ എച്ച് എസിനെ ഐ എച്ച് ക്രോസ് ഇൻറ്റു, കാരണം ഇത് പ്രോഡക്റ്റ് റൂളാണ്. ഇത് പ്രോഡക്റ്റ് റൂൾ വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ എൽ എച്ച് എസ് നമ്മൾ എഴുതിയ എക്സ്പാൻഷൻ തന്നെ കിട്ടും. ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ഓഫ് സൈ സ്റ്റാർ സൈ ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡെൽ സ്ക്വയർ ഉണ്ട് അതിനകത്ത്. ഡെൽ സ്ക്വയറിനകത്ത് ഞാൻ ഡെല്ലിനെ കോമൺ എടുക്കുന്നു. ഇതിങ്ങനെ എഴുതുന്നു, ഡെൽ ഡോട്ട് സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് സൈ ഡെൽ സൈ സ്റ്റാർ സൈ ഡെൽ സൈ സ്റ്റാർ. സോ വാട്ട് ഈസ് എ സൈ സ്റ്റാർ സൈ? Psi star psi is nothing but rho. It is nothing but rho, which is current density, which is the density, probability density.
psi star psi is probability density. So this is IH cross dou by dou T of rho. IH cross dou by dou T of rho, which is equal to del dot del dot minus H cross square by 2m into the psi star del psi minus psi del psi star. Psi del psi star. നമ്മൾ ഇനി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ ഇലക്ട്രോഡൈനാമിക്സ് നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്. കണ്ടിന്യൂറ്റി എന്തായിരുന്നു? ഡെൽ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി, അല്ലെങ്കിൽ ഡോ റോ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് ജെ. ഡോ റോ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് ജെ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഡോ റോ ബൈ ഡോ ടി ഉണ്ട്. ഇനി നോക്കിക്കേ, ഇവിടെ എച്ച് ക്രോസ് ഉണ്ട്, ഇവിടെ എച്ച് ക്രോസ് സ്ക്വയർ ഉണ്ട്. ഈ ഐയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ദിസ് ഈസ് ഐ. ഓക്കെ, അപ്പോൾ അതായി. അപ്പോൾ ഇവിടെ ഡോ റോ ബൈ ഡോ ടി ഐ ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ജെയുടെ സ്ഥാനത്ത് കിടക്കുന്ന എന്താണ്? ഇതാണ്. സോ ജെ ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ ഒരു ഐ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്, ഞാൻ എന്നെ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോകണം. അപ്പം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്ററിൽ ഐ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഐ ഇൻറ്റു ഐ മൈനസ്, മൈനസ് ഇൻറ്റു മൈനസ് ഈസ് പ്ലസ്, മൈനസ് ഇൻറ്റു മൈനസ് ഈസ് പ്ലസ് അല്ലേ? ശരിയല്ലേ? സോ ദിസ് ഈസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ജെ ഇസ് ഈക്വൽ ടു, ഡയറക്റ്റായിട്ട് എഴുതിക്കോ. ഇതിനെ ഐയെ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ ജെ അങ്ങ് എഴുതിക്കോ. മൈനസ് മൈനസ് ശരിയാണ്. ഇപ്പോൾ ജെ എന്ന് പറയുന്നത് എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ 2im ഇൻറ്റു psi സ്റ്റാർ del psi മൈനസ് psi del psi star. Psi del psi star. So this is the value of J. ഇനി മുകളിലോട്ട് കൊണ്ടുപോകെ. മുമ്പേ പറഞ്ഞതുപോലെ എനിക്ക് കോംപ്ലക്സ് നമ്പറുകളുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് മാത്രമല്ല ടെക്സ്റ്റ് ബുക്കുകൾ എഴുതുന്നവർക്ക്. സോ ദാറ്റ് ഈസ് ഐ എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ, ഇവിടെ ഐ ഇൻറ്റു ഐ വരും, ഐ ഇൻറ്റു ഐ മൈനസ്, സോ ഇറ്റ് ഈസ് മൈനസ് 2im മൈനസ് ഐ എച്ച് ക്രോസ് ബൈ മൈനസ് ഐ എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ 2m, മൈനസ് ഐ എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു psi സ്റ്റാർ del psi minus psi del psi star. This is the required value of current density, probability current density. J is equal to minus IH cross by 2m into psi star del psi minus psi del psi star. ഇനി ചിലപ്പോൾ ഇവർ ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് തിരിച്ചൊക്കെ തരും കേട്ടോ. അത് വളരെ സൂക്ഷിച്ചും കണ്ടും ചെയ്യണം, അല്ലെങ്കിൽ ഇത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. സോ ഇത് കാര്യം സിമ്പിളാണെങ്കിലും തെറ്റാൻ വളരെ സാധ്യതയുള്ളതാണ്. കാരണം 4 ഓപ്ഷൻ ഒരുപോലെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അല്ലേ? നമ്മൾ ഒന്നാമത് എക്സാമിന് ടെൻഷനാണ്, അതിൻ്റെ കൂടെ തന്നെ ഇത് 4 ഒരുപോലെ കാണുമ്പോൾ നമുക്ക് കിളി പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക, കറക്കി കുത്തരുത്. ഓക്കെ, ചെയ്തിട്ട് കറക്കി കുത്തരുത്, കാരണം ചെയ്ത് അത്ര അധ്വാനം വെറുതെ ആവും. ആ സമയത്ത് കിടന്നുറങ്ങിയാൽ അത്രയും കൂടെ നമുക്ക് നല്ലതാണ്. ഇവിടെ ചെയ്തിട്ട് തെറ്റിച്ച് കളയരുത്, ചെയ്ത് കറക്റ്റായിട്ട് ഉത്തരം കുത്തുക. ഓക്കെ, സോ ഐ ഹോപ്പ് ഈ ക്ലാസ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 6:30 ആയി സമയം, അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും ഈ ക്ലാസ് കൊണ്ട് കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടു, കുറച്ചെങ്കിലും മോട്ടിവേഷൻ ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ നമ്പറുകളിലൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ, സമയം കളയാനില്ല, കാരണം ജനുവരിയിലാണ് അടുത്ത എക്സാം. കാരണം ഇനി എന്തായാലും ഉണ്ട്, ഇപ്പോൾ ഒക്ടോബർ 10ആയി, ഇപ്പം നവംബർ, ഡിസംബർ, ജനുവരി ഡേറ്റ് വന്നിട്ടില്ല. ഡേറ്റ് മിക്കവാറും ആദ്യ ഭാഗങ്ങളിൽ തന്നെ കാണുമായിരിക്കും. അപ്പോൾ സമയം കളയാനില്ല, ഒരു 2-2.5 മാസമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഈ 2.5 മാസം കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഇതൊന്ന് ഒരു കരയ്ക്കെത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, പഠിത്തത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട. 6 മണിക്കൂർ എന്നുള്ളത് മിനിമം ആണ് ഞാൻ പറഞ്ഞത്. മുമ്പേ പറഞ്ഞുള്ള ത്രഷോൾഡ് ഫ്രീക്വൻസിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് മിനിമം ആണ് ഞാൻ പറഞ്ഞത്. മാക്സിമം എന്തായാലും വേണമെങ്കിലും പോവാം, നിങ്ങൾക്ക് നല്ലതാണ്, ആത്മാവിന് ശരീരത്തിന് നല്ലതാണ്, എന്തായാലും നന്നായി പഠിച്ചാലും. സോ നന്നായിട്ട് പഠിക്കുക, ഒരുങ്ങുക, നമ്മുടെ കോഴ്സിന് നമ്മുടെ കൂടെ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാ വിജയാശംസകളും നേരുന്നു. സോ വി വിൽ സീ യു. ബൈ ബൈ.